Yes. Good afternoon. എല്ലാവർക്കും കേൾക്കാമോ? PDF കാണാമോ? Yes, ma'am. Yes. Okay. Structure of the classroom ആണ് കേട്ടോ. Unit 6. നമ്മൾ തുടങ്ങിയില്ലല്ലോ? ഇല്ല. No, ma'am. Yes. Unit 6. Structure of the classroom. ഫസ്റ്റ് വരുന്നത് റൂഫിംഗ് ആണ്. കംപ്ലീറ്റ് ഈ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ക്ലാസ് റൂം അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, റൂഫിംഗ്, ബോർഡിംഗ് അറേഞ്ച്മെന്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്നീ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ. യെസ്, റൂഫിംഗ്. There are 4 types of roofing. പ്രധാനമായിട്ട് 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് RC centering roofing, tile roofing, sheet roofing, thatched roofing. ഫസ്റ്റ് വൺ നോക്കാം, RC centering. എന്താണ് RC centering roofing എന്ന് പറയുന്നത്? നോട്ട് ചെയ്തോളൂ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനെ നമ്മള് ചെറുതാക്കി പറയുന്നതാണത് RC centering എന്ന്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നമ്മുടെ കോൺക്രീറ്റ് കണ്ടിട്ടില്ല നിങ്ങളെ? കോൺക്രീറ്റ് ക്ലാസ് റൂംസ് ഫ്ലോറുകൾ ക്ലാസ് മുറിയിൽ കണ്ടിട്ടില്ലേ? ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, അത് തന്നെയാണ് കേട്ടോ. ഓക്കെ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫുൾ നെയിം വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. റീഇൻഫോഴ്സ്ഡ് REINFORCED. റീഇൻഫോഴ്സ്ഡ് സെന്ററിങ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. മുകളിലത്തെ നിലകളെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കുമല്ലോ എന്ത് പ്രത്യേകിച്ചും കോൺക്രീറ്റ് റൂഫിംഗ് ചെയ്യുന്നത് അല്ലെ? Many of the schools are with RC centering and with the 1 or 2 top floors. People like to enter their kids to mostly this type of schools only. So RC centering roofingന്റെ പ്രത്യേകത എന്താണ്? എത്ര ഫ്ലോർസുകൾ വരും? എത്ര ഫ്ലോർ ഉണ്ടാവും ഇതില്? 1 or 2 ടോപ്പ് ഫ്ലോർസുകളായിരിക്കും ഉണ്ടാവുന്നത്. അത് വലിയ സ്കൂളുകളായിരിക്കും അല്ലെ? അപ്പൊ പാരന്റ്സ് ഇഷ്ടപ്പെടുന്നത് ഇത്ര ടൈപ്സ് ആയിട്ടുള്ള സ്കൂളുകളിൽ ചേർക്കാനാണ് മോസ്റ്റ്ലി പാരന്റ്സ് ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് പേരുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. RC centering roofing. Okay. Yes. Many of the schools are with RC centering and with the 1 or 2 top floors. People like to enter their kids to mostly this type of schools only. ഓക്കെ, മനസ്സിലായല്ലോ അത് RC സെന്ററിങ് എന്താണെന്ന്? കോൺക്രീറ്റ് ക്ലാസ് റൂമുകൾ മാത്രമാണ് അത് പറയുന്നത് കേട്ടോ. ഇനി ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് എന്താണ്? ടൈൽ റൂഫിംഗ് ടൈൽ റൂഫിംഗ് ഓടാണോ? യെസ്, ഓടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾഡ് ടൈപ്പ്. മോസ്റ്റ് ഓഫ് ദ ക്ലാസ് റൂം ഓഫ് ഓൾഡ് ടൈപ്സ് ഓഫ് സ്കൂൾ ഹാവ് എ ടൈൽ റൂഫ് ഓൺലി. പണ്ടത്തെ ക്ലാസ് റൂമിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ച ക്ലാസ് റൂമിലൊക്കെ എന്തായിരുന്നു ആദ്യം ഇട്ടിരുന്നത്? ടൈൽ റൂഫ്സ്, അതല്ല ഓടാണ് ഇട്ടിരുന്നത്. ഓക്കെ. കോറിലേറ്റ് വിത്ത് RC. അവിടെ എന്താണ് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടാണ്, അതായത് കോൺക്രീറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്താ ടൈൽ റൂഫിംഗ് അവിടെ ചെയ്തിരുന്നത്. Roofing this type of will be hot. Arranging the false roof may solve the problem to an extent. RC അല്ലെങ്കിൽ ടൈൽ റൂഫിംഗിന്റെ പ്രത്യേകത എന്താണ്? ടൈൽ റൂഫിംഗിന്റെ പ്രത്യേകത പഴയതരം സ്കൂളിലാണ് നമ്മൾ മിക്കവാറും കണ്ടിട്ടുള്ളത് അല്ലെ? ഓഡിറ്റ് ക്ലാസ് റൂമുകൾ നമ്മൾ പണ്ടത്തെ ക്ലാസ് സ്കൂളുകളിലാണ് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് വിരലിലുണ്ടാവുന്ന മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലും തന്നെ എന്താണ് അതിനെ പൊളിച്ചു പണിത് കോൺക്രീറ്റഡ് ആക്കുകയാണ് അല്ലെ? വിരളമാണത്. ഓഡിറ്റ് ക്ലാസ് റൂമുകളും വീടുകളും ഇപ്പൊ കാണാനായിട്ട് നമുക്ക് വളരെയധികം കുറവാണ്. ഓക്കെ. അപ്പൊ ഈ ടൈൽ റൂഫിംഗിന്റെ പ്രത്യേകത എന്താണ്? ഓഡിറ്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ്? എന്ത് പ്രത്യേകത ആയിരിക്കും ഉണ്ടാവുന്നത്? ചൂട് കുറവായിരിക്കും. ചൂടായിരിക്കും. ചൂട് കൂടുതലായിരിക്കും, ചൂട് കുറവായിരിക്കോ? ചൂട് കുറവായിരിക്കും. അപ്പൊ പക്ഷെ ഇവിടെ കോൺക്രീറ്റ് കൂടി കോറിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ചൂട് കൂടുതലാണ്. ഇടത്തരം
പഴയ പോലെ അതായത് ഓടിട്ട ആ ഒരു തണുപ്പായിരിക്കില്ല കോറിലേറ്റ് ചെയ്ത് RC റൂഫിംഗ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചുകൂടി കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടുന്ന തരത്തിലായിരിക്കും ക്ലാസ് റൂമുകൾ വരുന്നത്. ഓക്കെ, ഇനി arranging the false roof may solve the problem to an extent. ഇനി അതിന്റെ റൂഫ് നിർമ്മിക്കുമ്പോൾ യാതൊരുവിധ തെറ്റൊന്നും വരാതെ നിർമ്മിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ചൂടൊക്കെ കൺട്രോൾ ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതായത് ഓട് മാത്രമല്ലല്ലോ നമ്മൾ ഇടുന്നത്, ഓടിന്റെ ഒപ്പം എന്താണ് റൂഫിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കോറിലേറ്റ് ചെയ്തിട്ട് RC റൂഫിംഗ് കൂടി കണക്ട് ചെയ്തിട്ടാണ് ടൈൽ റൂഫിംഗ് ഇപ്പൊ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റൂഫ് പണിയുന്ന സമയത്ത് അതിന്റെ മേൽക്കൂര പറയുന്ന സമയത്ത് എന്താണ് മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നും വരാത്തത് ഫോൾസ് ഒന്നും വരാതെ അറേഞ്ച് ചെയ്താൽ നമുക്ക് ദീർഘകാലം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് റൂഫിംഗ് എന്ന് പറയുന്നത് ടൈൽ റൂഫിംഗ്. നിങ്ങൾ അതിനകത്തെ പേരുകളൊന്നും ഉള്ളിലുള്ള എക്സ്പ്ലനേഷൻസ് നോക്കണ്ട കേട്ടോ, ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ഏതാണ്? ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് റൂഫിംഗ് എന്താണ് ഷീറ്റ് റൂഫിംഗിന്റെ പ്രത്യേകത? ഷീറ്റ് റൂഫിംഗ് മേ ബി സിമന്റ് ഷീറ്റ് റൂഫിംഗ് അല്ലെങ്കിൽ എന്താണ് ആസ്ബെസ്റ്റോസ് ഓർ ടിൻ ഷീറ്റ് റൂഫിംഗ് ഓർ ലൈറ്റ് റൂഫിംഗ്. Generally, the classroom with sheet roofing are made like sheds only. Sheet roofing classroom കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അതിന്റെ പ്രത്യേകത? ചൂട് കൂടുതലായിരിക്കും അല്ലെ, ഷീറ്റ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ, ഷെഡ്സുകളുടെ രൂപത്തിലായിരിക്കും നമുക്ക് തോന്നുന്നത്. ക്ലാസ് റൂം കാണുമ്പോൾ ഒരു ഷെഡ് പോലെ ആയിരിക്കും അതിന് ഫീൽ ചെയ്യുന്നത്. പണ്ട് ക്ലാസ്സുകളും പാരലൽ കോളേജുകളൊക്കെ പണ്ട് ഏത് ടൈപ്പിലായിരുന്നു? ഇതിന് ഷീറ്റ് വെച്ച് മറിച്ചിട്ടായിരുന്നു ഒരു ഇടയ്ക്കുള്ള ടൈമിൽ അങ്ങനെയായിരുന്നു തയ്യാറാക്കപ്പെട്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ? പാരലൽ കോളേജസുകള് അല്ലെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സുകള് ഷീറ്റ് പ്രൂഫിംഗ് ആണ് കൂടുതലും ചെയ്തിരുന്നത്. പഴയ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കത് കാണാൻ സാധിക്കും. ഷീറ്റ് പ്രൂഫിംഗ് വെച്ചിട്ടുള്ള ചെറിയ ഷെഡ് പോലെ ആയിരിക്കും ക്ലാസ് റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എന്താ പറയുന്നത്? ഷീറ്റ് പ്രൂഫിംഗ് മേ ബി എ സിമന്റ് ഷീറ്റ് പ്രൂഫിംഗ്, ആസ്ബെസ്റ്റോസ് ഓർ ടിൻ ഷീറ്റ് പ്രൂഫിംഗ് ഓർ ലൈറ്റ് പ്രൂഫിംഗ്. ആസ്ബെസ്റ്റോസ് കണ്ടിട്ടില്ല നിങ്ങള്? ഷീറ്റിന്റെ കൂടെ തന്നെ ആസ്ബെസ്റ്റോസ് വെച്ച് ചെയ്തിരിക്കുന്നത്. ആസ്ബെസ്റ്റോസ്. ഓക്കെ, അപ്പൊ ഈ ഷീറ്റ് പ്രൂഫും ആസ്ബെസ്റ്റോസ് ഒക്കെ വെക്കുമ്പോൾ ചൂട് എങ്ങനെയായിരിക്കും നമുക്ക്? ചൂട് എങ്ങനെയായിരിക്കും? ചൂട് കുറവായിരിക്കും കൂടുതലായിരിക്കും ഷീറ്റിലൊക്കെ ഇരിക്കുമ്പോ? യെസ്, അപ്പോൾ ചൂട് കൂടുതലായിരിക്കും. ഷെഡിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും ഇത്തരം ക്ലാസ് റൂമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് എന്താണ്? ടാർച്ചഡ് റൂഫിംഗ്. എന്താണ് ടാർച്ചഡ് റൂഫിംഗ് എന്ന് പറയുന്നത്? ടാർച്ചഡ് റൂഫിംഗ് ഓലമേഞ്ഞ സ്കൂളുകൾ അല്ലെ? യെസ്, so can provide good health to persons residing under it. People normally consider the school having ടാർച്ചഡ് roofing as a poor school. അപ്പൊ ടാർച്ചഡ് റൂഫിംഗിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ അസുഖപ്രദമാകുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലതാണ് അതിന്റെ കീഴിൽ ഇരുന്ന് പഠിക്കുന്നത്, അതായത് ഓലമേഞ്ഞ ക്ലാസ് റൂമുകൾ. ഇപ്പൊ അതൊന്നും കാണാനില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? ഓലമേഞ്ഞ സ്കൂളുകള് അല്ലെങ്കിൽ എന്താണ് മഡൊക്കെ വെച്ച് അല്ലെങ്കിൽ ചാണാനൊക്കെ മെഴുകിയ സ്കൂളുകളായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്ന തറയൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതെന്താണ്? ഗുഡ് ഹെൽത്ത് ആണ് അല്ലെ, ഓരോ ആൾക്കും ഗുഡ് ഹെൽത്ത് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇത്തരം സ്കൂളുകൾ കാണുമ്പോൾ, അതായത് പാരന്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഓലമേഞ്ഞ സ്കൂൾ കാണുമ്പോൾ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പുവർ സ്കൂൾ എന്നൊരു കോൺസെപ്റ്റിലാണ് അവർ കാണുന്നത്. ഓക്കെ, ടാർച്ചഡ് റൂഫിംഗ് ആസ് എ പുവർ സ്കൂൾ എന്ന രീതിയിലാണ് പീപ്പിൾ അതിനെ കൺസെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവർക്ക് കഴിവൊന്നും ഇല്ലാത്തൊരു സ്കൂളാണ് എന്നാണ് അവർ തീരുമാനിക്കുകയാണ് അല്ലെ? അപ്പൊ തന്റെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ടാർച്ചഡ് റൂഫിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. So it can provide good health to the persons residing under it. People normally consider the school having ടാർച്ചഡ് roofing as a poor school. ഇനി ഒരു ക്ലാസ് റൂം സെറ്റ് കൂടി വരുന്നുണ്ട്, ഒരു റൂഫിംഗ് കൂടി വരുന്നുണ്ട്. നമുക്കറിയാം ഏതാണ്? Apart from this, sometimes the classes are taken in the open air, possibly under trees. This can also be called tree roofing classes.
നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ട്രീ റൂഫിംഗ് ക്ലാസ്സസില് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മരച്ചുവട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. അതായത് ഓപ്പൺ എയറിലിരുന്ന് പഠിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ ഒരു ജസ്റ്റ് പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ടൈപ്സ് പറയുമ്പോൾ റൂഫിംഗ് പറയുമ്പോൾ നമ്മൾ 4 ടൈപ്സ് ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഏതൊക്കെയാണ്? RC സെൻട്രിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ് ആൻഡ് ടാർച്ചഡ് റൂഫിംഗ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ഓപ്പൺ എയർ ക്ലാസ് റൂം ടൈപ്സ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? ട്രീ റൂഫിംഗ് ക്ലാസ്സസ് ആണെന്ന് പറയാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? പറഞ്ഞില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ പോലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? what are the 4 types of flooring? ഏതൊക്കെയാണ്? റൂഫിംഗ് ഏതൊക്കെയാണ്? RC സെൻട്രിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാർച്ചഡ് റൂഫിംഗ്. ഓക്കെ, യെസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? യെസ് മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്ലോറിംഗ് ആണ് കേട്ടോ. ഫ്ലോറിംഗ്. Whatever may be the roofing, the flooring is normal to be in cement. The mud flooring, even if it is treated by cow dung, will make the legs and rest of the students dirty. So a lot of problems arise in it. So the Madam Montessori insists students sit on the floor. Parents expect only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. ഫ്ലോറിംഗിന്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയുള്ള ഒരു ഫ്ലോറിംഗ് ഉള്ള സ്കൂളിലേക്കാണ് പഠിക്കാനായിട്ട് വിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നല്ല ഫർണിച്ചർ ഒക്കെ ഉള്ള ബെഞ്ചും ടേബിൾ കസേര അങ്ങനെയൊക്കെയുള്ള സ്കൂളിലേക്ക്. സിമന്റ് തറയിലായിരിക്കണം അല്ലെ? നമ്മള് റൂഫിംഗ് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ സിമന്റിൽ അറ്റ്ലീസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കണം അല്ലെ? നോർമൽ എല്ലാവരും ആഗ്രഹിക്കുന്ന നോർമൽ സിമന്റ് ഗ്ലാസ് ആയിരിക്കണം ഫ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ചില കേസസിൽ ചില സ്കൂളിൽ എന്താണ് മഡ് ഫ്ലോറിങ്ങും കൗഡർ ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഡ് ഫ്ലോറിംഗ് മണ്ണ് അല്ലെ? കളിമണ്ണ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കും പഴയ തരം ക്ലാസ് റൂംസിൽ. അതുപോലെ തന്നെ എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ബൈ കൗഡർ, അതോടൊപ്പം തന്നെ എന്ത് ചേർക്കുന്നുണ്ട്? കൗഡർ, ചാണകം മെഴുകിയ സ്കൂളുകളിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ അങ്ങനെ ഒരു സ്കൂളിലേക്ക് വിടാനായിട്ട് പലരും ആഗ്രഹിച്ചില്ല അല്ലെ? നമ്മളാണെങ്കിലും വിടില്ല. നമ്മൾ പറയാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൽ താല്പര്യം പ്രകടിപ്പിക്കില്ല. make the legs and rest of the students dirty. അപ്പൊ മഡ് ഫ്ലോറിങ്ങും കൗഡക്സ് ഒക്കെ ഉള്ള ഫ്ലോറിംഗ് ആണെങ്കിൽ കുട്ടികളുടെ യൂണിഫോംസും അവരുടെ ദേഹമൊക്കെ അഴുക്കാവോ എന്ന് പറഞ്ഞാൽ നമ്മള് അത്തരത്തിലൊരു സാഹസത്തിൽ മുതിരില്ല. ഓക്കെ, മാക്സിമം സിമന്റെങ്കിലുള്ള ക്ലാസ് റൂമിൽ മാത്രമേ എല്ലാ പാരന്റ്സും വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ലോട്ട് ഓഫ് പ്രോബ്ലം അറൈസസ്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലെ ഫ്ലോറിംഗ് ആയതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ പാരന്റ്സ് നോക്കിയാനായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് എന്ത് മോണ്ടിസോറി ഇൻസിസ്റ്റ് സ്റ്റുഡൻസ് സിറ്റ് ഓൺ ദ ഫ്ലോർ. പക്ഷെ മോണ്ടിസോറി എന്താണ് പറയുന്നത്? കുട്ടികൾ എവിടെ ഇരുന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്? തറയിൽ പഠിക്കണം എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, പക്ഷെ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺലി ഫർണിച്ചേഴ്സിൽ അല്ലെ, അല്ലെങ്കിൽ ബെഞ്ച് ഡെസ്കിലൊക്കെ ഇരുന്ന് തന്നെ ആയിരിക്കും പഠിക്കണം എന്നാണ് പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറി അവരുടെ അഭിപ്രായത്തിൽ പറയുന്ന കുട്ടികൾ തറയിൽ ഇരുന്ന് പഠിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. If the future is not, furniture is not available, in furniture ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മോണ്ടിസോറി പറയുന്നത് the teacher should spread something like a mat or carpet on the floor. കുട്ടികൾക്ക് ഫർണിച്ചർ ഇല്ലാത്ത പക്ഷം എന്താണ് കൊടുക്കേണ്ടത്? മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ്, പായോ അല്ലെങ്കിൽ മറ്റു പരവതാനികളോ എന്തെങ്കിലും വിരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം കുട്ടികളെ തറയിൽ ഇരുത്തേണ്ടത് എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. കുട്ടികൾ തറയിൽ ഇരുന്ന് പഠിക്കട്ടെ, അതൊരു കോൺസെപ്റ്റ് ആണ്. നല്ല ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നല്ലത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഉപകാരപ്രദമാണ് തറയിൽ ഇരുന്ന് പഠിക്കുന്ന രീതി. പക്ഷെ പാരന്റ്സ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. തന്റെ കുട്ടികളെ തറയിൽ ഇരുന്ന് പഠിക്കാനായിട്ട് പാരന്റ്സ് അത് സമ്മതിക്കില്ല. ഓക്കെ, വെറും തറയിലല്ല കുട്ടികൾ ഇരിക്കുന്നത്. എവിടെയാണ് ഇരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ മാറ്റിലോ അല്ലെങ്കിൽ കാർപ്പറ്റ്സ് വിരിച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ ഫ്ലോറിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ അല്ലേ?
മനസ്സിലായോ അത്? യെസ് മാം. ഓക്കെ, വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷൻസ് വേണോ? വേണ്ടല്ലോ. വേണ്ട മാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? സൈഡ് വാൾസ്. സൈഡ് വാൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുമരാണോ? ചുമരുകൾ അല്ലേ? യെസ്. Indian atmosphere that too generally in planes in the fully covered that through which closed door type of classrooms are not advisable. Specifically for the primary and pre-primary classes, the parapet wall is enough. വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ടൈപ്പിലാണ് നമ്മൾ വാള് കണ്ടിരിക്കുന്നത് ക്ലാസ് റൂമില്? സൈഡ് വാൾസുകൾ എങ്ങനെ കണ്ടിരിക്കുന്നത്? ഫുൾ കവർ ചെയ്തിട്ടുള്ള wall. ആയിരിക്കോ സൈഡ് വാൾസുകൾ? സൈഡ് ഹാഫ്. തരം തിരിച്ചിരുന്നാണോ മിസ്സേ ക്ലാസ് റൂമുകൾ സൈഡ് ആയിട്ട്? നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്യാനൊക്കെ പറയും. യെസ്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ ഫുള്ളി കവേർഡ് ചെയ്യും എന്നാണോ പറയുന്നത്? ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണോ നമുക്കുള്ളത്? നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം, അല്ലെങ്കിൽ ഡോർ അടച്ചിട്ടുള്ള ക്ലാസ് റൂം നമുക്ക് അഭികാമ്യമല്ല. ക്ലാസ് റൂം ആസ് നോട്ട് അഡ്വൈസബിൾ. ക്ലോസ്ഡ് ഡോർ ടൈപ്പ് ക്ലാസ് റൂംസ് ആർ നോട്ട് അഡ്വൈസബിൾ. നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ് റൂമുകൾ അഭികാമ്യമല്ല. Specifically for the primary and pre-primary classes, parapet wall is enough. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ക്ലാസ്സുകൾക്കാണ് പാരപ്പറ്റ് വാൾസുകൾ ധാരാളമായി വരുന്നത്? പ്രൈമറി ആൻഡ് പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി ക്ലാസ്സുകൾക്കാണ് പാരപ്പറ്റ് വാൾസുകൾ മതിയാകും. ഓക്കെ, ഒരിക്കലും കുട്ടികളെ നമ്മൾ ഒരു മടിച്ചിട്ട് ശ്വാസം കിട്ടാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. ഫുള്ളി കവേർഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ് റൂം തയ്യാറാക്കില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ അത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. പണ്ടത്തെ ക്ലാസ് റൂമുകളിൽ ഇപ്പൊ വാൾസ് ആയിരുന്നില്ല, പണ്ടൊരു പലക പോലെ വെച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റാൻഡ്. ഓർക്കുന്നുണ്ടോ നിങ്ങള്? സ്റ്റാൻഡ് ആയിരിക്കും വെച്ച് കവർ ചെയ്യും. എൽ പി സ്കൂളുകൾ അങ്ങനെ അതായത് അപ്പുറത്തെ ക്ലാസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അതായത് അങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലതിൽ ഷീറ്റ് ഇടാറുണ്ട്, അല്ലെങ്കിൽ കർട്ടൻസ് ഇടാറുണ്ട്. കർട്ടൻസ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ചില സ്കൂളിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും അവർ തയ്യാറാക്കുന്നത്. സ്റ്റാൻഡ് വെക്കാറുണ്ട്, ഷീറ്റ് ഇടാറുണ്ട്, കർട്ടൻസ് ഇടാറുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ വാള്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി അവിടെ ഓപ്പൺ എയർ കുറച്ചുകൂടി കിട്ടുന്നല്ലേ? കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ശ്വസിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഒരിക്കലും ക്ലോസ്ഡ് ആയിട്ട് അടച്ചിട്ട്, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി കുട്ടികളല്ലേ, ശബ്ദവും ബഹളമൊക്കെ ഉണ്ടാവും. എങ്കിലും എന്താണ് അതിനേക്കാൾ ഉപരി എന്താണ് കുട്ടികൾ കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് സൈഡ് വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻസ്, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് എങ്ങനെയുള്ള ടൈപ്സ് ഓഫ് വാൾസ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്? ഫുള്ളി കവേർഡ് ആയിട്ടാണോ? ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വാളുകളാണോ? അല്ല അല്ലെ, സൈഡ് വാൾസുകൾ മതി നമുക്ക്. സൈഡ് വാൾസുകൾ മതി. അതൊരിക്കലും ക്ലോസ് ഡോർ ടൈപ്പ് ഓഫ് ക്ലാസ് റൂംസ് വേണ്ട. പാരപ്പറ്റ്സ് ആയിട്ടുള്ള വാളുകൾ മതിയാകും. ഓക്കെ, യെസ്. ഇനി പറയുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലാക്ക് ബോർഡ്. യെസ്, ബ്ലാക്ക് ബോർഡ്. 5 types of blackboard നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. Okay, generally there are 5 types of blackboards used today. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് വാൾ മെയ്ഡ് ബോർഡ്. വാൾ മെയ്ഡ് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? Board was made in the wall itself by the cement plastering. Advantage of this board is we do not want to remove the board. Disadvantages is we cannot remove the board. So that is we cannot remove the board. എന്താണ് വാൾ മെയ്ഡ് ബോർഡിന്റെ പ്രത്യേകത? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ചുമരിൽ തന്നെ പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നതായിരിക്കും എന്ത്? വാൾ മെയ്ഡ് ബോർഡ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്കത് ഒരിക്കലും എന്താ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്? റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ എന്താണ്? വി cannot remove the board. അതിനെ നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാനോ മൂവ് ചെയ്യിപ്പിക്കാനോ സാധിക്കില്ല.
യെസ്, അതാണ് വാൾ മെയ്ഡ് ബോർഡ് എന്ന് പറയുന്നത്. ബോർഡ് വാസ് മെയ്ഡ് ഇൻ ദ വാൾ ഇറ്റ്സെൽഫ് ബൈ ദ സിമന്റ് പ്ലാസ്റ്ററിംഗ്. ഓക്കെ, അതാണ് വാൾ മെയ്ഡ് ബോർഡ്. മനസ്സിലായോ അത്? സെക്കൻഡ് വൺ എന്താണ്? വാൾ ഫിക്സ്ഡ് ബോർഡ്. വാൾ ഫിക്സ്ഡ് ബോർഡ് എന്താണ്? മോസ്റ്റ്ലി വുഡൻ, linoleum or plywoods are used in this kind. This can be removed and fixed anywhere. Wall fixed board. Wall fixed board എന്ന് പറഞ്ഞാൽ പ്ലേവുഡ്സിലോ വുഡൻസിലോ ആയിരിക്കും എന്താ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. This can be removed and fixed anywhere. നമുക്കിത് റിമൂവ് ചെയ്യാനും എവിടെ വേണമെങ്കിലും അത് ഫിക്സ് ചെയ്യാനും സാധിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വാൾ ഫിക്സ്ഡ് ബോർഡുകള്? ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഇത് ഏത് ടൈപ്പ് ആയിരിക്കും? വുഡൻ ആയിരിക്കാം, പ്ലേവുഡ്സ് ആയിരിക്കാം അല്ലെ? പ്ലേവുഡിലോ വുഡൻ ടൈപ്സിലോ ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും റിമൂവ് ചെയ്യാം, ഏത് പ്ലേസിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വാൾ ഫിക്സ്ഡ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. എഴുതി എടുക്കുവാണോ? അത് മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചാൽ മതി. എഴുതിയെടുക്കാം മാം. നെക്സ്റ്റ് സ്റ്റാൻഡ് ബോർഡ്. നമ്മൾ മോസ്റ്റ്ലി കണ്ടുവരുന്ന ടൈപ്പ് ആയിരുന്നു അല്ലെ? സ്റ്റാൻഡ് ബോർഡ്. Remove the stand and use a fixed board as well as a set of board because it is Okay. boards are hard fixed or not. എന്താണ് സ്റ്റാൻഡ് ബോർഡിന്റെ പ്രത്യേകത? സ്റ്റാൻഡ് ബോർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കോൺ ഷേപ്പിലാണ് സ്റ്റാൻഡ് ബോർഡ്സ് വരുന്നത്. അതില് നമുക്ക് എന്താണ്? ബോർഡ് അതിന്റെ അകത്ത് ഫിക്സ് ചെയ്യണം. നമ്മള് ബ്ലാക്ക് ബോർഡ് അതിന്റെ അകത്ത് ഫിക്സ് ചെയ്താണ് വെക്കുന്നത്. കണ്ടിട്ടില്ലേ? രണ്ടറ്റത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടായിരിക്കും. സ്റ്റാൻഡ് ബോർഡ് കണ്ടിട്ടില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് മാം. ഓക്കെ, അപ്പൊ എന്താണ്? റിമൂവ് ദ സ്റ്റാൻഡ് ആൻഡ് യൂസ് ഫിക്സ്ഡ് ബോർഡ് ആസ് വെൽ ആസ് എ ബോർഡ് ബിക്കോസ് ഇറ്റ്സ് വെരി റിസ്കി. ചെക്ക് ഇഫ് ദ ബോർഡ്സ് ആർ ഹാർഡ് ഫിക്സ്ഡ് ഓർ നോട്ട്. പക്ഷെ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇതിന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ആ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ടല്ല നിർത്തിയിരുന്നെങ്കിൽ എന്താണ്? ബോർഡിന് ഒരു ഇളക്കം ഉണ്ടാവും അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടാവും എഴുതുന്ന സമയത്ത് ടീച്ചേഴ്സ് ആ ബോർഡ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. എന്താണ്? അതിന്റെ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ടായിരിക്കില്ല താഴെ ഇരിക്കുന്നത്. അപ്പൊ ഇന്നൊരു ഡേഞ്ചറസ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും മറിഞ്ഞു വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും. കട്ടോ മുട്ടോ ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അത് കൃത്യമായിട്ടാണോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ടീച്ചേഴ്സ് ബോർഡിൽ എഴുതാനായിട്ട്. ഓക്കെ, യെസ്, ഇതാണ് സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി റോളിംഗ് ബോർഡ്. റോളിംഗ് ബോർഡ് എന്താണ്? റോളിംഗ്. This is not a perfect board at all. We may use it for temporary purpose till we get a permanent board. റോളിംഗ് ബോർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് കളറുള്ള ഷീറ്റ്സ് പോലെ നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ട് എവിടെ വേണമെങ്കിലും അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാം. എത്ര സൈസിൽ വേണമെങ്കിലും നമുക്കത് ചുരുക്കം. കണ്ടിട്ടുണ്ട് മാം. കലണ്ടർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, അതെ. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിങ് പീരീഡ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. ട്രെയിനിങ്സ്, മോണ്ടിസോറി ട്രെയിനിങ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്താണ്? ഒരു പെർഫെക്റ്റ് ബോർഡ് അല്ല, നമുക്ക് റോൾ ചെയ്ത് നമ്മൾക്ക് ഇപ്പൊ എഴുതാനുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ അല്ലെ? ടെമ്പററി പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റോളിംഗ് ബോർഡ്സുകൾ യൂസ് ചെയ്യുന്നത്. ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്കത് തയ്യാറാക്കാം. ഓക്കെ, ഇനി ബ്ലാക്ക് കളർ മാത്രമല്ല, ഇപ്പൊ വൈറ്റ് റോളിംഗ് ഷീറ്റ്സ് ആണെങ്കിൽ ആ ഷീറ്റിന്റെ എന്ന് വെച്ചാൽ എന്നിപ്പോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ വൈറ്റ് കളർ ഉപയോഗിക്കാം, അതുപോലെ ബ്ലാക്ക് ഉപയോഗിക്കാം. വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കെച്ച് പെൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതാനും സാധിക്കും. ചോക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ബ്ലാക്സ് ആണെങ്കിൽ ബ്ലാക്ക് കളർ ഷീറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ചോക്ക് ഉപയോഗിച്ചിട്ട് എഴുതാനും സാധിക്കും. ഓക്കെ, ഞാൻ റോളിംഗ് ബോർഡ്സ്. ദെൻ സ്ക്രീൻ ബോർഡ്. എന്താണ് സ്ക്രീൻ ബോർഡ്? എന്താണ്? കണ്ടിട്ടുണ്ടോ? എന്താണ് പ്രത്യേകത സ്ക്രീൻ ബോർഡിന്റെ? This is for both the purpose a screen which is also used എന്നാണ് കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ALSO കഴിഞ്ഞിട്ട് യൂസ്ഡ് എന്നാണ്. ഓൾസോ യൂസ്ഡ് ആസ് എ ബോർഡ്. ഇവിടെ N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അതങ്ങ് വെട്ടിയേക്ക് കേട്ടോ. ടെക്സ്റ്റിൽ ഒന്ന് നോക്കണേ. A screen which is also used as a board. സ്ക്രീൻ ബോർഡ്. സ്ക്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
സ്ക്രീൻ ബോർഡ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? പ്രൊജക്ടർ ഒക്കെ യൂസ് ചെയ്യാം അങ്ങനത്തെയാണോ സർ? എന്താണ് ദിശ? പ്രൊജക്ടർ ചെയ്യൂലേ? യെസ്, പ്രൊജക്ടറിലൂടെ നമുക്ക് സ്ക്രീൻ ബോർഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അതിപ്പോ ഒരു ഏതൊരു കളറിലായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്? സ്ക്രീൻ ബോർഡ് വൈറ്റ് കളറിലായിരിക്കും. ഇൻ കേസ് നമുക്ക് പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ബോർഡ് ഇല്ലെങ്കിൽ കൂടി എന്താ നമുക്കത് വാളിൽ കാണിക്കാൻ പറ്റും അല്ലേ? പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് വാളിൽ സ്മാർട്ട് ക്ലാസ് റൂംസുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ക്രീൻ ബോർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചിലതില് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കുള്ള സ്ക്രീൻ ബോർഡിൽ ഉണ്ടാകുന്ന. ഇൻ കേസ് സ്ക്രീൻ ബോർഡിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് വേറൊരു പ്ലേസിലേക്ക് പ്രൊജക്ടർ വരുന്ന സമയത്ത് നമുക്കത് വാളിലും കാണാൻ സാധിക്കും. ഓക്കെ, യെസ്, നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള് സ്ക്രീൻ ബോർഡുകള്? കണ്ടിട്ടുണ്ട് മാം. ഇപ്പോഴത്തെ സ്കൂളുകളിലെല്ലാം സ്ക്രീൻ ബോർഡല്ലേ മാം ഉള്ളത്? ഈ LED TV പോലത്തെ ഉദ്ദേശിക്കുന്ന ബോർഡാണോ? അതെ 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 അതെ. ഇപ്പൊ എല്ലാം എന്താണ് എല്ലാം സ്മാർട്ട് ക്ലാസ് അല്ലേ? ആ ബോർഡിൽ യൂസ് ചെയ്ത് എഴുതണമെങ്കിൽ കറണ്ട് വേണ്ടേ മാം? കറണ്ട് ഉള്ള സമയത്തല്ലേ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയല്ലേ? ഇല്ലാത്ത സമയം ബ്ലാക്ക് ബോർഡിൽ യൂസ് ചെയ്ത് എഴുതാം. ഇല്ല, പെണ്ണുകൊണ്ട് ബോർഡ്സുകൾ വരുന്നത്, വൈറ്റ് പ്ലെയിൻസ് ആയിട്ടുള്ള ബോർഡുകൾ വരുന്നത്, അവിടെ നമുക്ക് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻ കാണിക്കാം. LED ടൈപ്സും വരുന്നുണ്ട്. എന്റെ മോളുടെ സ്കൂളിലുള്ളത് ഈ LED TV പോലെ തന്നെ. അതിൽ പവർ ഉണ്ടെങ്കിൽ മാത്രം 4 ലൈൻസ് അല്ലെങ്കിൽ 2 ലൈൻസ് ഏതാ വേണ്ടത് അവർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ TV പോലെ തന്നെയാണ്. അതാണ്, പവർ ഇല്ലെങ്കിൽ അവർ ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുക്കും. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ശരിയാണ്. അപ്പൊ സ്ക്രീൻ ബോർഡിന്റെ കാറ്റഗറിയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം കേട്ടോ, LED ബോർഡ്സ്. ചില സമയത്ത് ഇവർ ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂട്യൂബിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് അവർക്ക് വീഡിയോസും സ്റ്റോറീസ് ഒക്കെ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിക്കും ഒരു TV പോലെയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ എലക്ട്രിസിറ്റി വേണം അല്ലെ? കണക്ഷൻസ് വേണ്ടി വരും. മാം, എന്റെ മോന്റെ ഒക്കെ ക്ലാസ് റൂമില് വലിയൊരു സ്ക്രീനായിട്ടാണ് വലുത്. നമ്മളൊരു ഭിത്തിയുടെ ഒരു കുറെ ഭാഗത്തേക്ക് അതുണ്ട്. അപ്പൊ അതിൽ എഴുതാനും പറ്റും. പിന്നെ അതല്ലാതെ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ PTA പോലെയൊക്കെ വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങൾ അവര് പ്രൊജക്ടറിൽ നമ്മളോട് കാണിച്ചു തരികയും ചെയ്യും. അങ്ങനെ സ്പെഷ്യലി ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് റൂമിലാണ് നമ്മൾ സ്ക്രീൻ ബോർഡ് ഉപയോഗിക്കുന്നത്? സ്മാർട്ട് ക്ലാസ് റൂംസിൽ മാത്രമാണ് സ്ക്രീൻ ബോർഡ്സ് ഉപയോഗിക്കുന്നത്. എല്ലാ സ്കൂളുകളും എന്താണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ യെസ്, ഗോപിക പറഞ്ഞത് ഏത് ടൈപ്പ് ഓഫ് ബോർഡാണ് പറഞ്ഞത്? LED ബോർഡോ? LED ബോർഡ് TV ഒരു 75 ഇഞ്ചൊക്കെ കാണും, അത്രയും വലിയൊരു TV. ആ ഒരു മോഡലാ മോളുടെ സ്കൂളിൽ ക്ലാസ്സിൽ പോകുമ്പോ എല്ലാ ക്ലാസ്സിലും ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് സ്ക്രീൻ ബോർഡിന്റെ കാറ്റഗറിയിൽ ഇപ്പൊ പറഞ്ഞ LED ബോർഡ്സുകളും യൂസ് ചെയ്യാം. വളരെ വലുതായിരിക്കുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ 75 ഇഞ്ചൊക്കെ ഉണ്ടായിരിക്കും. യെസ്, so these are the 5 types of blackboards. ബോർഡ്സില് ഏതൊക്കെയാണ്? വാൾ മെയ്ഡ് ബോർഡ്സ്, വാൾ ഫിക്സ്ഡ് ബോർഡ്സ്, സ്റ്റാൻഡ് ബോർഡ്സ്, റോളിംഗ് ബോർഡ്സ് ആൻഡ് സ്ക്രീൻ ബോർഡ്. എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും ബ്ലാക്ക് ബോർഡ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. എങ്ങനെ നമുക്ക് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാം? When the teacher is writing, she should be, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 9 ഡിഗ്രി എന്നാക്കണേ, 19 ഡിഗ്രി എന്നാക്കണം കേട്ടോ. 19 ഡിഗ്രി വിത്ത് ദ ബോർഡ്. അതായത് ടീച്ചർ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ബോർഡ് ഫുള്ളി കവേർഡ് ചെയ്തിട്ടാണോ നമ്മൾ ഇരിക്കേണ്ടത്, എഴുതാൻ നിൽക്കേണ്ടത്? ഫുള്ളി കവർ ചെയ്യാമോ? ടീച്ചർ നോക്കാം കേട്ടോ. ഇത് ബോർഡാണെന്ന് വിചാരിക്കാം. ടീച്ചർ എഴുതുമ്പോ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് അല്ലെ? ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ എഴുതുന്നത് കുട്ടികൾക്ക് കാണുകയും ചെയ്യണം, നമുക്ക് കുട്ടികളെ വിസിബിൾ ആണ്. ഈ ഒരു പൊസിഷൻ അതെന്ന് പറയുന്നത് 90 ഡിഗ്രി പൊസിഷൻസിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഫുള്ളി കവേർഡ് ചെയ്തിട്ട് ഇരുന്നാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നാൽ നിങ്ങൾക്ക് ക്ലാസ് റൂം നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കാം അവിടെ. ഞങ്ങൾക്ക് കാണാല്ലോ, കാണാൻ പറ്റുന്നില്ലേ? കാണാനില്ല മിസ്സിനെ. ഞാനത് കാണിച്ചു കാണിച്ചു തന്നതാണ് കേട്ടാ, ഞാൻ പോയതല്ല. ഓക്കെ,
Yes, when the teacher is writing, she should be 90 degree with the board. Only her hip should be moved, but not full body with the legs. ഇപ്പൊ ടീച്ചർ പറയുമ്പോൾ ടീച്ചറുടെ ഹിപ്പ് മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത് അല്ലെ. എഴുതുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ നമ്മൾ പോവുള്ളൂ അല്ലെ. ബോർഡാണെന്ന് വിചാരിക്കുന്നത്. ബോർഡിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഹിപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കൈയായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും ഫുൾ ബോഡി കവർ ചെയ്ത് ഒരിക്കലും നമ്മൾ ബോഡി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. യെസ് മാം. Then cover the body completely while writing in the blackboard. എന്താ പറയുന്നത്? Cover the body completely while writing the blackboard. ഇവിടെ ബോഡി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഫുൾ ബോഡി കവർ ചെയ്യുന്ന കാര്യമല്ല. ബ്ലാക്ക് ബോർഡിന്റെ ഫുൾ ബോഡി നമ്മൾ യൂസ് ചെയ്യണം റൈറ്റിംഗ് പർപ്പസിന്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെന്താണ്? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ബോർഡ് ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, തോന്നിയ പോലെ അവിടെ ഇവിടെ ഒന്നും നമ്മൾ എഴുതാനായിട്ട് പാടില്ല. അതിനകത്ത് കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെയായിരിക്കും അത് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ടീച്ചർ ഷുഡ് നോട്ട് ഷോ ദ ബാക്ക് ടു സ്റ്റുഡൻസ് വെൻ ഷീ ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടീച്ചർ ഷുഡ് നോട്ട് ഷോ ദ ബാക്ക് ടു സ്റ്റുഡൻസ് വെൻ ഷീ ഈസ് റൈറ്റിംഗ്. എഴുതുന്ന സമയത്ത് ടീച്ചർ തിരിഞ്ഞിരുന്ന് എഴുതാൻ പാടില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ബാക്ക് കാണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, then she should always write column after column. The width of the column should be less than the reachable point of that writing hand. ഇനി നമ്മൾ എഴുതുമ്പോ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്? കോളംസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് കുട്ടികൾക്ക് കുറച്ചും കൂടി എന്താണ് അട്രാക്റ്റീവ് ആയിരിക്കും ബോർഡിൽ എഴുതിയിരിക്കുന്നത്. സെലക്ട് ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ വെറുതെ ലെക്ചർ നോട്ട് പോലെ ഒരു പോയിന്റ് ഇല്ലാതെ എഴുതി വെച്ച് തന്നാൽ കുട്ടികൾക്ക് അത് ഭയങ്കര അരോചകമായിരിക്കും. പക്ഷെ അത് കോളം വൈസ് ഒക്കെ ആയിട്ട് എഴുതി ഒരേ വിട്ട് കൊടുത്ത് നല്ല രീതിയിൽ നല്ല ലെറ്റേഴ്സ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതി നിങ്ങൾ പരിശീലിക്കണം. എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെന്താണ്? നമ്മള് പല കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ചോക്കുകൾ പല കളേഴ്സ് ഉപയോഗിക്കും. ഇപ്പൊ ഹെഡ് പോയിന്റ്സ് എഴുതുന്ന സമയത്ത് എന്താണ് ബ്ലൂ കളർ ഉപയോഗിക്കാം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ സെയിം ആ കളർ ഉപയോഗിച്ചിട്ട് അതിന്റെ പോയിന്റ്സുകൾ വരില്ലേ, അതിന്റെ പോയിന്റ്സ് വരുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്ലാന്റിനും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കൊടുക്കുമ്പോൾ ഓരോ ഫ്ലവേഴ്സിനും എന്താണ് ഓരോ കളേഴ്സ് കൊടുക്കുക. അപ്പൊ എന്താ കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ആ ബോർഡ് കാണാനായിട്ട്. കുഞ്ഞുങ്ങൾ എന്താണ് അത് നോക്കിയിരിക്കുകയും ചെയ്യും, കൃത്യമായിട്ട് അത് എഴുതി അതേപോലെ തന്നെ പകർത്താനായിട്ട് അത് ശ്രമിക്കും. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുക. ഓരോ ലെറ്റേഴ്സും എഴുതുമ്പോൾ ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ലെറ്ററിലാണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ലെറ്ററിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ബോർഡ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിനെ എന്താണ് റൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എന്താണ് കട്ടി കൂടിയൊക്കെ വരയ്ക്കുക. കുറച്ചുകൂടി എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള അറിയിക്കുന്ന തരത്തില് അത്തരത്തിലുള്ള രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ ബോർഡിൽ റൈറ്റിംഗ് ചെയ്യേണ്ടത്. ഇനി പിക്ചർ വരയ്ക്കുമ്പോൾ എഴുതുമ്പോൾ മാത്രമുള്ള പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എന്താണ് പ്രത്യേക കളർ ചോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ദെൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോർഡിൽ എന്ത് യൂസ് ചെയ്താലും നമ്മൾ അവസാനം എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? റബ് ദ ബോർഡ് ഓൾവേസ് ആഫ്റ്റർ യൂസ്. എന്താ ചെയ്യേണ്ടത്? റബ് ദ ബോർഡ് ഓൾവേസ് ആഫ്റ്റർ യൂസ്. യൂസ് ചെയ്തതിന് ശേഷം ബോർഡ് എന്ത് ചെയ്യണം? വായിക്കണം അല്ലെ, റബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ റബ് ചെയ്യണം കേട്ടോ. ബ്ലാക്ക് ബോർഡ് നമ്മള് വളരെ നിസ്സാരമായിട്ട് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അതിൽ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഓക്കെ കേൾക്കുന്നില്ലേ ക്ലാസ് എടുക്കുന്ന ടീച്ചർ? ഓക്കെ മാം. ഉണ്ട് മാം, കേൾക്കുന്നുണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഓക്കെ. അപ്പൊ നിസ്സാരക്കാരൻ എല്ലാ ബ്ലാക്ക് ബോർഡ് ഒന്നും മനസ്സിലായില്ല. 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ് വരുന്നുണ്ട്. അതെങ്ങനെയൊക്കെ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് നമ്മൾ പൊസിഷനിങ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് റൈറ്റിംഗ് സ്ട്രാറ്റജി വേണ്ടത്, എന്താണ്
വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ സെന്റൻസ് വേർഡ്സ് ഒക്കെ എഴുതുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പൊ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അതേ ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് ആഡിക്വേറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി മോശമായ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിൽ ബോർഡിൽ ചെയ്ത് പഠിക്കുമ്പോൾ സ്ക്രീൻ ബോർഡ് നമ്മുടെ റോളിംഗ് ബോർഡ്സ് വാങ്ങിച്ചിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിച്ചാൽ നമ്മൾ റെഡി ആയിക്കോളും. ഇപ്പൊ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ കേട്ടോ. യെസ്. യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് ക്ലിയർ ആണല്ലോ, മനസ്സിലായോ? യെസ് മാം. ഇനി ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. ഈ ബ്ലാക്ക് ബോർഡ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം? അപ്പൊ നമുക്കറിയാം ഇത് ടൈപ്സ് ഉണ്ട്, എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് അറിയാം. ഇനി അത് എവിടെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് ദ നോർമൽ ലൈറ്റ് ഈസ് ഷുഡ് നോട്ട് ബി ഫ്രം ദ ബാക്ക് സൈഡ് ഓഫ് ദ board or particularly from the opposite of the board. Side lighting is preferable. The two not from both sides glare may come. ഇനി ബോർഡ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇഫ് ഇറ്റ് ഈസ് നോർമൽ ലൈറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം ദ ബാക്ക് സൈഡ് ഓഫ് ദ ബോർഡ്. അപ്പൊ ബാക്കിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴാണോ ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ ബോർഡ് നമുക്ക് വിസിബിൾ ആവുന്നത്? ഏത് സൈഡിൽ നിന്ന് വരുമ്പോഴാണ്? ബാക്കിൽ നിന്നും. ഓക്കെ. നമ്മൾ പണ്ട് ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് നമ്മുടെ കാര്യം പറയണം കേട്ടോ. സൂര്യൻ വൈകുന്നേരം ആവുന്ന സമയത്ത് ബോർഡിന്റെ സൈഡിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ബോർഡിന്റെ സൈഡിൽ ഇങ്ങനെ ബാക്കിലായിട്ട് സൂര്യൻ വരും. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ക്ലാസ് ഫുൾ അതുകൊണ്ട് വിസിബിൾ ആവില്ല നമുക്ക്, അല്ലെ? വ്യക്തമായിരിക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാനുള്ള ഒരു പർപ്പസ് ഉണ്ട്. പെട്ടെന്ന് നോക്കാനായിട്ട് നമുക്ക് കണ്ണിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കാണില്ല. ബോർഡ് ശരിക്കും എന്താണ്, വളരെ ഇരുട്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ലെറ്റേഴ്സ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബാക്ക് ലൈറ്റേഴ്സ് ഒരിക്കലും എന്താണ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഗ്ലെയർ എടുക്കും. യെസ്, ഗ്ലെയർ ഉണ്ടാവും. ആ സൂര്യന്റെ ശരിക്കും ഓർക്കുന്ന എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞങ്ങളോട് പറഞ്ഞേട്ടോ. ഇനി ഓപ്പോസിറ്റിൽ നിന്നാണെങ്കിലും എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. സൈഡ് ലൈറ്റിന് കുഴപ്പമുണ്ടാവില്ല. സൈഡ് ലൈറ്റിനിങ് എന്താണ് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിരിക്കും. അതായത് നമുക്ക് ആ ലെറ്റേഴ്സുകൾ കാണാൻ പറ്റും. ബോർഡ് ഒന്നാമത് എങ്ങനെയാണ് ബ്ലാക്ക് കളറിലായത് കൊണ്ട് തന്നെ ലൈറ്റ്സിന്റെ ഗ്ലെയർ ഉണ്ടാവും. ഗ്ലെയർ എന്താണ്? നിഴലാണോ തിളക്കമാണോ? തിളക്കമാണോ? യെസ്. അത് നല്ല ഇപ്പൊ എന്താ പറയാ, ബ്ലാക്ക് ബോർഡ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബോർഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ഗ്ലെയർ ആയിരിക്കും. ഇനി കുറച്ചുകൂടി പരിപരുത്തതാണെങ്കിൽ എന്താണ് അത്രയും ബുദ്ധിമുട്ട് നമുക്കറിയില്ല. ഗ്ലെയർ ആണ് സ്മൂത്തൻ ആയിട്ടുള്ള ബോർഡ്. അതായത് നമ്മളെ ബോർഡിൽ എഴുതുമ്പോൾ ചില ടീച്ചർമാർ എഴുതുന്ന സമയത്ത് സ്റ്റക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ബോർഡിന്റെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് അക്ഷരങ്ങൾ ചിലപ്പോൾ എന്താണ് അവിടെ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്റേഴ്സ് ഒന്നും ശരിയാവില്ല. അത് പരിപരുത്ത ബോർഡ് ആയിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബോർഡ് ആണെങ്കിൽ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മളോട് എഴുതാൻ പറ്റും. ഓക്കെ. അങ്ങനെ ടൈപ്സ് ഓഫ് ബോർഡ്സിൽ അങ്ങനെയും വരുന്നുണ്ട്. ബോർഡിൽ ചിലപ്പോൾ 3 പലകയൊക്കെ ഒരുമിച്ച് വെച്ചിട്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ പലകയിൽ തന്നെ ചിലപ്പോ വേരിയേഷൻസ് ഉണ്ടാവും. ഒരു ഭാഗം പൊന്തിയിരിക്കാം, ഒരു ഭാഗം താഴ്ന്നിരിക്കാം. ബോർഡപ്പം അക്ഷരങ്ങൾ എഴുതുമ്പോൾ എന്താണ് ചില അക്ഷരങ്ങൾ കുറച്ച് താഴ്ന്നിരിക്കും, ചിലത് പൊന്തിയിരിക്കും. അതുകൊണ്ടാണ് ബോർഡ് കറക്റ്റ് ഓർഡറിൽ അതിന് പ്രതലം എന്താണ് ഒരേപോലെ അല്ലാത്തതിനാലാണ് അത്തരത്തില് നമുക്ക് അങ്ങനെ അക്ഷരങ്ങൾ എഴുതുമ്പോൾ വളഞ്ഞു മുളിഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ. യെസ്. ഇപ്പൊ സൈഡ് ലൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ ബോത്ത് സൈഡ്. പക്ഷെ സൈഡ് ലൈറ്റിംഗ് രണ്ട് സൈഡിൽ നിന്ന് ഒരുമിച്ച് വന്നാൽ എന്താണ് അങ്ങനെ വരാനായിട്ട് പാടില്ല. അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഒന്നും ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. അതിന്റെ ഗ്ലെയർ തിളക്കം മൂലം നമുക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കില്ല. ഇനി ഇഫ് ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ ലൈറ്റ്നിങ്, ട്യൂബ് ലൈറ്റ്സ് ആർ പ്രിഫറബിൾ. ഇപ്പൊ ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സൂട്ടബിൾ ആവുന്നത്? ട്യൂബ് ലൈറ്റ്സ് ആണ്, അല്ലെ? ട്യൂബ് ലൈറ്റ്സ് ആണ് കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. Since red lightning will be the focus or spotlight will glare. Spread lights എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് ലൈറ്റ്നിങ് എന്താണ്? ഫോക്കസ് ലൈറ്റിംഗ് എന്താണ്? സ്പോട്ട് ലൈറ്റിംഗ് എന്താണ്? സ്പ്രെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന അങ്ങനെ. സ്പ്രെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. ഇനി സ്പോട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്പോട്ട് ലൈറ്റ് ഒരു ദിശയിലും മാത്രം വിളിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും, ഒരു സൈഡിൽ മാത്രമായിരിക്കുള്ളൂ. വൺ സൈഡ്, ഒരു സൈഡ് മാത്രം.
ഒരു സൈഡ് മാത്രമാണ് അല്ലെ? യെസ്. അത് ഫോക്കസ് അല്ലേ ഒരു സൈഡിൽ മാത്രം വരുന്നത്? ഫോക്കസ് ഫോക്കസ് സ്പോട്ട് ലൈറ്റ് ആണ് ഒരു സൈഡിൽ മാത്രം അല്ലെ? ഒരു സൈഡിൽ മാത്രം എന്ന് വെച്ചാൽ ബോർഡിന്റെ ആ ഒരു സൈഡ് വിസിബിൾ ആവാൻ വേണ്ടി മാത്രം ഒരിക്കുന്നുണ്ട്. ക്ലാസ് റൂമിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വെളിച്ചം ലഭിക്കും. ആ ബോർഡ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കുള്ളൂ ലൈറ്റ്സ് ഇടുന്നത്. പക്ഷെ അതിനേക്കാളും സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയുന്നത്? ട്യൂബ് ലൈറ്റ്സുകളാണ് പ്രിഫറബിൾ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഗ്ലെയറിന് ഷെയ്ഡ് എന്നും പറയാം കേട്ടോ. അയാൾ പറഞ്ഞത് ശരിയാണ്. ഷെയ്ഡ് എന്നും പറയാം, തിളക്കം എന്നും പറയാം. ഷെയ്ഡ് വരും അല്ല, ലൈറ്റ്സ് അടിക്കുമ്പോഴാണ് ആ ഷെയ്ഡ്സ് വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? The board should not be kept on the floor. Even if it is LKG, backbench students cannot see the lower parts of the board if it is kept on the floor. ഇനി ബാക്ക് ബോർഡ് നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? എവിടെയാണ് വെക്കേണ്ടത് നമ്മള്? അതിന് ക്രമീകരണം എങ്ങനെയാണ്? ബോർഡ് തറയിലാണോ സൂക്ഷിക്കേണ്ടത്? The board should not be kept on the floor. ബോർഡ് തറയിലല്ല സൂക്ഷിക്കേണ്ടത്. Even if it is LKG, backbench students cannot see the lower parts of the board if it is kept on the floor. So എവിടെയായിരിക്കണം നമ്മൾ ബോർഡ് വെക്കേണ്ടത്? ബോർഡിന്റെ താഴത്തെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് KG സെക്ഷനിലെ കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യേണ്ടത്? ബോർഡൊട്ട് മുകളിലാകാനും പാടില്ല, താഴെ ആകാനും പാടില്ല. ഒരു മിഡിൽ പോസ്റ്റിലായിരിക്കണം എന്ത് വേണ്ടത്? ബോർഡ്സുകൾ നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, മുകളിലാകാനും പാടില്ല, താഴെ ആകാനും പാടില്ല. ഏകദേശം ഒരു മിഡിൽ പാർട്ടിലായിരിക്കണം ബോക്സുകൾ വെക്കേണ്ടത്. നിങ്ങൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ അവർക്കെല്ലാം കാണുന്നുണ്ടോ, വിസിബിൾ ആണോ എന്ന് ചെയ്യാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ സ്റ്റാൻഡ് ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാൾ ബോർഡ്സ് ആണെങ്കിൽ നമുക്ക് എന്താ, സ്റ്റാൻഡ് ബോർഡ്സ് ആണെങ്കിൽ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റാൻഡ് ബോർഡ്സ് ഇപ്പൊ എല്ലാ സ്കൂളുകളും ഇല്ല. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കുട്ടികളെല്ലാം കാണുന്നുണ്ടോ, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ അത് വിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ക്ലാസ്സിൽ. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ബോർഡ് ഉപയോഗിക്കുന്ന സമയത്തും എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് അറിയാലോ. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? യെസ് മാം. നമ്മൾ ആദ്യം എഴുതുമ്പോ കുട്ടികളെ നിങ്ങളത് കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ആ ബോർഡ് എഴുതി തീർക്കേണ്ടത് കേട്ടോ. അതാദ്യം ചെക്ക് ചെയ്യണം. ഇനി യെസ്, നെക്സ്റ്റ് വരുന്നത് സീറ്റ് അറേഞ്ച്മെന്റ്സ്. സീറ്റ് അറേഞ്ച്മെന്റ്സ്. By Montessori method, the students should sit freely on the floor. They can even lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery method, but it should have to be folded or spreaded by the children itself. Seat arrangements. കുട്ടികളുടെ ഇരിപ്പിടം എങ്ങനെയായിരിക്കും തയ്യാറാക്കേണ്ടത്? മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ട് കുട്ടികൾ എവിടെ ഇരിക്കണമെന്നാണ് മോണ്ടിസോറി പറയുന്നത്? ഫ്ലോറിലായിരിക്കണം അല്ലെ? ഫ്രീലി ഓൺ ദ ഫ്ലോർ. അവർക്ക് ഫ്രീ ആയിട്ട് വളരെ ഇരിക്കാൻ പറ്റുമെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ? അതായത് പൊസിഷൻ അവിടെ സ്വീകരിക്കാൻ പറ്റും. ആരോഗ്യത്തിന് വളരെയധികം എന്താണ്, നല്ലതാണെന്നാണ് അവർ പറയുന്നത്. They can even lay down or back or rest their body in the convenient posture of them. അവർക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ, അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്ററിൽ അവർക്ക് ഇരിക്കണം. അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്ററിൽ ഇരുന്ന് വേണം അവർ പഠിക്കാൻ എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ പറയാ, ലേ ഡൗൺ ചെയ്യാ, ടേൺ ബാക്ക് തിരിക്കുക, റെസ്റ്റ്. അതായത് ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ബാക്ക്, ടേൺ ബാക്ക്, തിരിഞ്ഞിരിക്കുക. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സ്വീകരിച്ച് കുട്ടികൾ എവിടെ ഇരിക്കാം? ഫ്ലോറിൽ ഇരിക്കാം എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. Carpets are used in the nursery methods. Nursery methods എന്താണ്, നമ്മൾ കാർപ്പറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? കാർപ്പറ്റ്സ് അഥവാ പരവതാനികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. But it should have to be folded or separated, spreaded by the children itself. അപ്പൊ ഈ കാർപ്പറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ്, അത് വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യുന്നതിനും, ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫോൾഡ് ചെയ്യാം, അല്ലെ? അവർക്കത് നിവർത്താനും മടക്കാനൊക്കെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളത് പരിശീലിക്കും അല്ലെ? ഒന്നോ രണ്ടോ പ്രാവശ്യം ടീച്ചർ കാണിച്ചു കൊടുത്താലും എന്താണ്, പിന്നീട് അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് അതൊരു ട്രെയിനിങ് ആയിരിക്കും. അതൊരു
ബോഡിക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ബട്ട് യു ഹാവ് ടു ബി ഫോൾഡ് ഓർ സ്പ്രെഡഡ് ബൈ ദ സ്റ്റുഡൻസ്. കുട്ടികൾ അത് പഠിക്കണത് ഒരു മാറ്റ് എങ്ങനെ ഉപയോഗിക്കാം, കണക്കറ്റ് എങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ നിവർത്താം, എങ്ങനെ മടക്കി വെക്കാം എന്നൊക്കെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുകയാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഫ്രൈഡേ ടീച്ചർ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സ്റ്റുഡൻസിന് പകരം ടീച്ചർ ആയിരിക്കുള്ളൂ. ഈ വരുന്ന ഫ്രൈഡേ ഇല്ലേ, നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന ഒരു പോർഷനും കൂടി എടുക്കാനുള്ളത് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കും. ഓക്കെ എന്തൊക്കെയുണ്ട് ഈ ഭാഗത്ത്? സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും യൂണിഫോംസും പിന്നെ ഒരു ജപ്പാനീസ് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം, അത് മാത്രം ഇതിന് വരുന്നുള്ളൂ. പിന്നെ എടുക്കുന്നത് യൂണിറ്റ് 7 ആയിരിക്കും ടീച്ചർ കേട്ടോ. യൂണിറ്റ് 7 ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എടുത്തല്ലേ, കംപ്ലീറ്റ് അല്ലേ. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കാറ്റ്, അതാണ് യൂണിറ്റ് 7 ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്, വേഗം കഴിയുന്നത്. ഗുഡ് മാനേഴ്സ് ഒക്കെ എടുത്തല്ലേ, ഗുഡ് മാനേഴ്സ് ഒക്കെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടില്ല മിസ്സേ. യൂണിറ്റ് 5 എടുത്തില്ല. അവിടുന്ന് എടുത്തോളും കേട്ടോ, അവിടെ മനസ്സിലെടുത്തോളും. എടുത്തോന്നാണോ പറഞ്ഞത്? എടുത്തോളും കേട്ടോ. അത് മിസ് എടുക്കാന്നാ പറഞ്ഞേക്കണേ, അപർണ മിസ്. അവിടുന്ന് എടുത്തോളും. ഓക്കെ, അവിടുന്നാണ് അതെല്ലാം ക്ലാസ്സിൽ തന്നെ എടുക്കാറ് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് ചിലപ്പോ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുമായിരിക്കും കേട്ടോ. ഒരു 1:10 1:15 വരെയും ചിലപ്പോ പോയിരിക്കും ചിലപ്പോ കേട്ടോ. ഇൻ കേസ് അത്ര സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞു നമ്മുടെ ക്ലാസ്സുകളായിരിക്കും, പ്രാക്ടിക്കൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ല അത് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ വരില്ലേ? എന്തോ അത് കഴിഞ്ഞ മിസ്സിന്റെ ലൈവ് പറഞ്ഞു തരാൻ ക്ലാസ്സുകളിൽ കുറവായിരിക്കും. ഇനി പ്രാക്ടിക്കൽസ് വരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ചിലപ്പോ മേ ബി നമ്മളത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം വിചാരിച്ചു. അപ്പൊ മിസ്സേ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും എന്തോ അതല്ല മിസ് ഇതുവരെ എടുത്ത പാഠങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ ഒരു ക്ലാസ്സിൽ വരില്ല? അത് പറഞ്ഞാൽ ഒരു ദിവസം എന്തായാലും കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് പറയാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? നാം തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻസിന് ഭൂരിഭാഗം അതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് പഠിക്കുക. പിന്നെ PDF-കൾ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ബൈ ഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടില്ല ചിലതിന് ഹെഡ് പോയിന്റ്സ് മാത്രം നോക്കാൻ പറഞ്ഞത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് ഒന്ന് വായിച്ചു പോകാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ റിവിഷൻസ് അതിന് സമയത്ത് അല്ലെങ്കിൽ അത് നോക്കി വെക്കാം, എന്താണ് ഡൗട്ട് ഉള്ളതെന്നുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാം കേട്ടോ. റിവിഷൻ വരാനായിട്ട് 2 ക്ലാസ്സുകൾ എങ്ങനെയെങ്കിലും കയറും. നെക്സ്റ്റ് ബുധനാഴ്ച കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒഫീഷ്യൽ ക്ലാസ് തീരുന്നത് ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് ഒരു കാര്യം ചെയ്യണം. സീറ്റ് അറേഞ്ച്മെന്റ്സ് സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങിയിട്ട് റാങ്കിങ് മെത്തേഡ്സ് വരെ ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിലെ റാങ്കിങ് മെത്തേഡ് വരെ നോക്കിയിട്ട് വരണം. മനസ്സിലായോ പറഞ്ഞത്? വേറെ ഒന്നിനല്ല, കുറച്ചുകൂടി നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതെന്നാണ് നോക്കാൻ പറഞ്ഞത്. ഞാൻ ഈ പോർഷൻസ് എല്ലാം ക്ലാസ്സിൽ അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. ഓക്കെ, വേറെ ഒന്നുള്ളത് എളുപ്പമാണ്. സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈറ്റ് ഓർഡർ വെച്ചിട്ട്, കുട്ടികളുടെ ഹൈറ്റ് ഓർഡർ വെച്ചിട്ട് നമ്മൾ സിറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആൽഫബറ്റിക് ഓർഡറിലെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ സീറ്റ് അറേഞ്ച് ചെയ്യും. പിന്നെ അറ്റൻഡൻസ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. ഏറ്റവും പറ്റാത്തൊരു രീതി എന്ന് പറയുന്നത് റാങ്കിങ് മെത്തേഡ്സ്. പോസിബിൾ അല്ല. റാങ്ക് അനുസരിച്ച് കുട്ടികളെ നമ്മൾ ഇരുത്താന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റു കുട്ടികളെ അത് അഫക്ട് ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ ഈ സീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും എന്തെങ്കിലും ഡിഫക്ട്സുകളുള്ള കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത് അല്ലെ. കേൾവി ശക്തി കുറവുള്ള കുട്ടികൾ ഉണ്ടാവാം,
അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡിഫക്ട്സുകൾ കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐ ഡിഫക്ട്സ്, കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായില്ല. പെന്നിൽ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, യൂണിഫോംസ് നോക്കാൻ പറ്റുന്നവര് നോക്കിക്കോളൂ. അതൊന്നും ഇത്ര പാടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് യൂണിഫോംസ് ഏതൊക്കെ ടൈപ്സ് വരുന്നത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അതിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടോ? ഏതിന്നാണോ? യൂണിഫോം ഭാഗത്ത് യൂണിഫോംസിന് ഇടണോ? ക്വസ്റ്റ്യൻ ഇടണോ? ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇട്ടാ മതി. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുള്ളൂ. ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ എളുപ്പമല്ലേ? എളുപ്പാണ്. എന്തായാലും ഓരോ പോർഷൻസിൽ നമ്മൾ ഓരോ ഭാഗം വെച്ച് ചെറുതായിട്ടെങ്കിലും ഇടും കേട്ടോ. ഇന്നിപ്പോ യൂണിറ്റ് 3യുടെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. വരും, കുറച്ച് കഴിയുമ്പോൾ എത്തും. Okay. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അല്ലേ? അതെ. അതെന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഫ്രൈഡേ എല്ലാവരും കയറാൻ നോക്കണം ക്ലാസ്സില്. ഓക്കെ മാം. മാം റിവിഷൻ തരികയാണെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെന്റ് ഈ PDF വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി അവിടെ അല്ലേ, അവിടെ ആ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ഉള്ളതൊന്ന് പറഞ്ഞാൽ മതി. അത് പറയാം. പിന്നെ ഇമ്പോർട്ടന്റ് ഉള്ളത് ഈ പാർട്ട് 4ല് ഡെവലപ്മെന്റ് ഓഫ് പ്രൊഫൈലും കമ്മ്യൂണിക്കേഷനും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് അപർണ പറയുന്നത് കേട്ടോ. ഏതൊക്കെയാ മാം? കമ്മ്യൂണിക്കേഷനും പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷനിൽ അതിന് പേടിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇല്ലേ, ആ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന്റെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ഇല്ല. ഞാൻ ചെയ്യാം മാം. പറഞ്ഞോ. Knowledge will give you power, but character will give you respect. അറിവ് നിങ്ങൾക്ക് ശക്തി നൽകും, എന്നാൽ സ്വഭാവം നിങ്ങൾക്ക് ബഹുമാനം നൽകും. സൈൻ ഔട്ട് ബൈ താഹിറ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you. Thank you so much. Have a nice day. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.